ഹലോ, ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസത്തെ ഗോവ ട്രിപ്പിലത്തെ നെക്സ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉറങ്ങി എണീച്ച് നല്ല സുഖം അടിപൊളിയായിട്ടുള്ളൊരു ഉറക്കമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ റെഡി ആയിട്ട് ബീച്ചിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ് കേട്ടോ. നല്ല രസമുള്ള കോട്ടേജാണ്. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തതും അവിടെ നമുക്കൊരു കയാക്കിങ് ചെയ്യുന്ന ഒരു സ്പോട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ബീച്ചാണ് കേട്ടോ. പക്ഷേ ബീച്ചിൽ നമുക്ക് കളിക്കാനോ കാര്യങ്ങളോ പറ്റില്ല. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. കോല ബീച്ച് എന്ന് പറയും. ഇവിടെ അടുത്തടുത്തായിട്ട് കുറേ അധികം ബീച്ചസ് ഉണ്ട്, കുറേ പേരുകളിലുണ്ട്. നമ്മൾ കുറേ ബീച്ചസ്, ബാഗ ബീച്ച് അങ്ങനെയുള്ള ബീച്ചിലേക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഒരു ദിവസം താമസിക്കുക എന്നുള്ളത്. അത്രയും അടിപൊളിയായിട്ടാട്ടോ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും അത് വർത്തിട്ടാണെന്ന് നമുക്ക് തോന്നും. നല്ല അടിപൊളിയാട്ടോ. ബീച്ചിൽ വെള്ളം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഓൾറെഡി റിപ്പ് വാർണിംഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിക്കാതിരിക്കുക. കാരണം കുറച്ച് ഡേഞ്ചറസ് ആണ് ബീച്ച് വന്നിട്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അഗോണ്ട ബീച്ച്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നാൽ മതി കേട്ടോ. പക്ഷേ കോല ബീച്ചിലോട്ടുള്ള വഴികൾ, കോല ബീച്ച് കുറച്ചും കൂടെ ഉള്ളിലോട്ടുള്ള ബീച്ചാണ്. കോല ബീച്ചിൻ്റെ വഴികളൊക്കെ തന്നെ ഇങ്ങനെ കുറ്റിക്കാടാട്ടോ. നമുക്ക് പേടിയാവും. അവിടെ കുറേ വഴികളുണ്ട്. ഏതെങ്കിലും വഴി കൂടെയൊക്കെ പോയാൽ നമ്മൾ പെട്ടു. അതിൻ്റെ അപ്പുറത്തൊരു കുണ്ടാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ അഗോണ്ട ബീച്ചിൽ നല്ലൊരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ കോല ബീച്ചിലേക്ക് പോകുമ്പോൾ ബീച്ചിൻ്റെ അവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. വെള്ളം ബീച്ചിലോട്ട് കയറി നിൽക്കണു. അവിടെ നമുക്ക് തന്നെ പേടിയാവുന്ന തരത്തിലായിരുന്നു. കാരണം അവിടെ എല്ലാവരും റിസോർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ആകെ നമുക്ക് ടെൻഷനായി ആ കുറ്റിക്കാട്ടിൽ കൂടെ വരുമ്പോൾ. വീട്ടിലെല്ലാവരും, എൻ്റെ വീട്ടിലല്ല, അഖിലേട്ടൻ്റെ വീട്ടിലെല്ലാവരും അഖിലേട്ടനെ പേടിയാണ്, അവന് പേടിത്തൊണ്ടിയാണ് എന്നൊക്കെ പറയും. പക്ഷെ അഖിലേട്ടൻ്റെ ധൈര്യമാണ് എനിക്ക് കൂടെ അതിൽ കൂടെ പോകാൻ പറ്റി. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അത്രയും ഇരുട്ടായിട്ട് രണ്ട് സൈഡും കുറ്റിക്കാട്. വഴി തെറ്റി നമ്മൾ പോയാൽ നമ്മളൊന്ന് നിലവിളിച്ചാൽ പോലും ആർക്കും കിട്ടില്ല. പിന്നെ ഫോൺ നെറ്റ്വർക്ക് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു വഴിയായിരുന്നു കോല ബീച്ചിലത്തെ വഴി. പക്ഷെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഇത് അഗോണ്ട ബീച്ചാട്ടോ. അപ്പോൾ അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ കോട്ടേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ എണിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ പോകുന്നുണ്ടായിരുന്നില്ല. രാത്രിത്തെ കാര്യങ്ങൾ, രാത്രി വേറൊരു വൈബാട്ടോ. ഇവിടെ രണ്ട് ബീച്ച്, ഓരോ ബീച്ചിനും ഓരോ വൈബാണ് കേട്ടോ. വ്യത്യസ്ത തരം ഫീലിംഗ് ആണ് നമുക്ക് ഓരോ ബീച്ചിൽ പോകുമ്പോഴും കിട്ടുക. പിന്നെ ഇവിടുന്ന് നമ്മൾ വോൾവ ബീച്ചോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതായത് വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ ഒരു പാക്കേജായിട്ട് ബുക്ക് ചെയ്തു. ശരിക്കും പാക്കേജായിട്ടൊന്നും ബുക്ക് ചെയ്യേണ്ട കേട്ടോ. കാരണം പാക്കേജായിട്ട് ബുക്ക് ചെയ്തിട്ട് ഒരു 1 മിനിറ്റേ നമുക്ക് സമയം തരുന്നുള്ളൂ. പിന്നെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. പിന്നെ നമുക്ക് സമയം തരില്ല. സ്കൂബയ്ക്കൊക്കെ എന്നെ തലേന്ന് മുക്കി, ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് മുക്കി കേട്ടോ. എന്നിട്ട് പറ്റില്ല, പൊക്കോ എന്ന് പറഞ്ഞു. കാരണം എക്സ്ട്രാ പേയ്മെൻറ്റ് തന്നാൽ അവർ ചെയ്യിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ വിചാരിച്ചു വേണ്ട, ഇനി ഒരു ദിവസം വരുമ്പോൾ നമുക്ക് സ്കൂബ ചെയ്യാം. ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ട്രിപ്പ് പോകുമല്ലോ, അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ആണ് കോല ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ കോൽവ ബീച്ച് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കടലിങ്ങനെ കയറി വരും. രാവിലെ ഒരു ചെമ്മണ്ണൊക്കെ ഇതാക്കിയിട്ടാട്ടോ കയറി വരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ബീച്ചിൽ വീണ ഉള്ള ക്ലിപ്പോ കാര്യങ്ങളോ ഇല്ല. എൻ്റെ കാലൊക്കെ വേദനിച്ചു കേട്ടോ. കാരണം നമുക്കിങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ രാവിലെ നല്ല അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അധികം ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. എൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടില്ല, അതിലാണ് കേട്ടോ റിപ്പ് വാർണിംഗ് എഴുതിയേക്കുന്നത്. കാരണം ആരും കടലിലോട്ട് പോകരുതെന്ന്. രാവിലെ ഒരു ചെമ്മണ്ണിൻ്റെ, രാവിലെയൊക്കെ നല്ല കടൽ കയറി വരുമായിരുന്നു കേട്ടോ. രാത്രി, എൻ്റെ ഈശ്വര, രാത്രിത്തെ വൈബ് ഇവിടെ ഉള്ളത് വേറെ ഫീലിംഗ് ആട്ടോ. കാരണം നമ്മൾ ശരിക്കും പേടിച്ചു. നമുക്ക് തുറന്ന് പുറത്തോട്ട് നോക്കാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. അതിനുശേഷം അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ആലു പൊറോട്ട, അതിൻ്റെ കൂടെ കേടൊക്കെ കിട്ടി. തൈര് എനിക്ക് നല്ല ഇഷ്ടം, നല്ല ടേസ്റ്റുള്ള തൈരായിരുന്നു. അതുപോലെ ലസ്സി ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ പൂരി മസാലയൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അതൊക്കെ നല്ല നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ നല്ല അടിപൊളി സെറ്റ് വൈബായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബീച്ചിൽ ഞാൻ വീഴുകയൊക്കെ ചെയ്തോട്ടെ. ഇങ്ങനൊരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണം. ഈ ഒരു കോട്ടേജിലേക്ക് കയറണമെങ്കിലും ഈ സ്റ്റെപ്പ്, ഇവിടുന്നാണ് ഞാൻ വീണിട്ട് കാലൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പാക്കേജ് എടുത്ത് ഇവിടുന്ന് വോൾവ ബീച്ചോ അങ്ങനെ എന്തോ ആണ് സംഭവം. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം നമുക്ക് പോകാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിയിൽ നമ്മൾ സ്കൂട്ടിയിൽ തന്നെയാണ് പോകുന്നത്. സ്കൂട്ടിയിൽ പോകുമ്പോൾ നമുക്ക് അത്ര ഗൂഗിൾ മാപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പോകുന്ന വഴികളൊക്കെ തന്നെ നല്ല രസമായിരിക്കും കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. കാരണം അധികം ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും. ഈ ഒരു പട്ടിയുടെ അമ്മ ഉണ്ട് കേട്ടോ. 2 പേര് കാണാൻ ഒരേപോലെ ഉണ്ടാവും. പട്ടിയുടെ അമ്മ അവിടെ കടലിൻ്റെ അവിടെ കിടക്കുന്നുണ്ടാവും. പട്ടിക്കുട്ടി നല്ല രസമായിട്ട് സ്വീറ്റാണ്. അങ്ങനെ ഇതാണ് കോല ബീച്ചിലത്തെ വ്യൂ. നല്ല രസമുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ അധികം ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് അധികം ആരും ഇല്ലാത്തത്. കുറേ പേര് റിലാക്സേഷന് മാത്രമായിട്ടാണ് വരുന്നത്. ഇതാണ് കോല ബീച്ചിൻ്റെ വഴി. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതിൽ കൂടെയാണ് ഞങ്ങൾ രാത്രി വന്നത് കേട്ടോ. കാരണം
കണ്ടില്ലേ 2 വഴികളൊക്കെ ഉണ്ട്. മറ്റേ വഴി കൂടെ പോയാൽ നമ്മളൊരു കുണ്ടിൻ്റെ ഉള്ളിൽ വീഴുകയൊക്കെ ചെയ്യും. വഴി തെറ്റിയാൽ പെട്ട്. പിന്നെ ഇങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് ഒന്നും തന്നെ ഈ ഒരു സൈഡില്ല. ഏകദേശം 1-1.5 കിലോമീറ്ററോളം ഇങ്ങനെയുള്ള വഴികളാണ്. അധികം വണ്ടികളില്ല, ആൾക്കാർ വരില്ല. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു വഴി കൂടെയൊക്കെ പോകുമ്പോൾ. അത് രാത്രി വേണം ഈ വഴി കൂടെ വരാൻ, എന്നാലേ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ കുറേ ഇളനീർ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവും, കാരണം അവിടുത്തെ വെയിലും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ ഇളനീരൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോയത്. പിന്നെ അധികം വീഡിയോ എടുത്തില്ല, കാരണം വാട്ടർ നമുക്ക് പേടിയുണ്ടായിരുന്നു, ഫോൺ നനയും അങ്ങനെ കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലായിരുന്നു കേട്ടോ. അവർ വെറും 1 മിനിറ്റ് ആയിരുന്നു, ഓർഗനൈസ്ഡ് അല്ലായിരുന്നു. നമ്മൾ 2 പേരെ കൂടി ആ ഒരു ബോട്ടിലേക്ക് നിറച്ചപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ മുഖമൊക്കെ മാറി കേട്ടോ. ഇനിയും തിരക്ക് വന്നോ എന്നുള്ള രീതിയിൽ ഫുള്ള് ഹിന്ദിക്കാരായിരുന്നു കേട്ടോ. മലയാളികളെ ഞാനൊരു 2-3 സ്റ്റുഡൻസിനെ മാത്രം കണ്ടിരുന്നു. അവരിങ്ങനെ ഓർഗനൈസ്ഡ് അല്ല. നമ്മൾ ഇവിടുന്ന് വേറെ ബോട്ടിലേക്ക് മാറ്റി കൊണ്ടുപോകും. ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. കൂടുതൽ കപ്പിൾസ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാവരും മധ്യപ്രദേശ്, ഡൽഹി. പക്ഷെ അവരെയൊക്കെ പരിചയപ്പെട്ടു കേട്ടോ. എല്ലാവരും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പാരാഗ്ലൈഡിങ്. ഇങ്ങനെ വേഗം അങ്ങനെ ആകാശം വരെ കൊണ്ടുപോയിട്ട് വേഗം തന്നെ ഇറക്കി വെറും 1 മിനിറ്റൊക്കെ കടലിൽ മുക്കി നമ്മളെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം നിൽക്കുന്നത് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതാണ് അതിൻ്റെ ഇൻസ്ട്രക്ടർ കേട്ടോ. പക്ഷെ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കാരണം അവർ നമുക്ക് ഒട്ടും സമയം തരുന്നില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പാക്കേജ് എടുത്ത് വന്നതുകൊണ്ട് തന്നെ ഒരൊറ്റ ചാൻസേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എക്സ്ട്രാ പൈസ കൊടുത്ത് ട്രൈ ചെയ്താലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അടുത്ത തവണയ്ക്ക് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ അവിടുന്ന് അപ്പം തന്നെ നമ്മളെ തിരിച്ച് പിന്നെയും കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് നേരെ നമ്മളെല്ലാം ഏകദേശം കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. സ്ഥലമൊക്കെ നല്ല ദൂരം ഉണ്ടെങ്കിൽ ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയത് പഞ്ചിമിലോട്ടാണ്. ചൂതാട്ടമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ആ സ്ഥലമൊക്കെ കണ്ട ശേഷം നമ്മൾ അവിടെ തന്നെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ വേറെയും കുറച്ച് സ്ഥലമൊക്കെ കണ്ടു. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.